Hi and welcome to the new video. So in this video I'll be discussing briefly about first order hold. Okay, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇന്റർപോളേറ്റർ സർക്യൂട്ട് പറഞ്ഞു. ഏതായിരുന്നു? സീറോ ഓർഡർ ഹോൾഡ്. വന്നിട്ടുള്ള വാല്യൂനെ ഒരു പീരീഡ് ഇൻപുട്ട് കൺവേർട്ടഡ് വോൾട്ടേജിനെ ഒരു പീരീഡ് ഡ്യൂറേഷനിൽ പിടിച്ചു നിർത്തുന്നതാണ് സീറോ ഓർഡർ ഹോൾഡ്. ഇത് ഫസ്റ്റ് ഓർഡർ ഹോൾഡ് ആണ്. അപ്പോൾ ഇതിൽ എന്ത് ചെറിയ ഡിഫറൻസ് ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇൻ ദിസ് കേസ് ദ അഡ്ജസൻറ്റ് സാമ്പിൾസ് ആർ ജോയിൻഡ് ബൈ സ്ട്രെയിറ്റ് ലൈൻസ്. അതാണ് ഇവിടുത്തെ ഡിഫറൻസ്. തൊട്ട് മുന്നത്തെ കേസിൽ നമ്മൾ എങ്ങനെയായിരുന്നു അഡ്ജസൻറ്റ് സാമ്പിൾസ് ചെയ്തിരുന്നത്? ഒരു സാമ്പിൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വാല്യൂവിനെ അവിടെ നമ്മൾ ഹോൾഡ് ചെയ്യാണ് ചെയ്തത്, അതേപോലെ അവിടെ നിർത്തുകയാണ് ചെയ്തത്. അടുത്ത വാല്യൂലേക്ക് പോകുന്നവരെ, അപ്പോൾ അടുത്തൊരു ലെവൽ വരുന്നവരെ അതിന് നിർത്തും, എന്നിട്ട് അവിടേക്ക് സ്റ്റെപ്പ് ചെയ്യാണ് ചെയ്താറുന്നത്. ഇതാണ് അവിടെ ചെയ്തു വരുന്നത്. ഇവിടെ അതിന് പകരം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ കേസ് തന്നെയാണെന്ന് വിചാരിക്കുക. ഇതാണ് ആദ്യത്തെ നമുക്ക് സാമ്പിൾ വാല്യൂ വരുന്നത്, അടുത്ത സാമ്പിൾ വാല്യൂ ഇതാണ് വരുന്നത്. അപ്പം സീറോ ഓർഡർ ഹോൾഡ് ആണെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യും, അതാണ് ചെയ്യുന്നത്. ഇവിടെ അതിന് പകരം ഇവരെന്നെ തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് യൂസിങ് സ്ട്രെയിറ്റ് ലൈൻസ്. അപ്പോൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയി, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരും. അതാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. മറ്റേത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പോകുന്നതിന് പകരം ഇവിടെ ജോയിനിങ് ആണ് ചെയ്യുന്നത് യൂസിങ് സ്ട്രെയിറ്റ് ലൈൻസ്. അത്രയാണ് സീറോ ഓർഡർ ഹോൾഡും ഫസ്റ്റ് ഓർഡർ ഹോൾഡും തമ്മിലുള്ള വ്യത്യാസം വരുന്നുള്ളൂ. ഇപ്പോൾ ഇത് നമ്മുടെ സീറോ ഓർഡർ ഹോൾഡാണ്, ഫസ്റ്റ് ഓർഡർ ഹോൾഡ് ആണ്. ഇതിൽ രണ്ടിലും വന്നിട്ടുള്ളത് സെയിം സെറ്റ് ഓഫ് ഇൻപുട്ട് സാമ്പിൾസ് ആണ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. അതായത് ഇപ്പോൾ ഇവിടുത്തെ രണ്ട് കേസിലെയും സാമ്പിൾസ് ഇപ്പോൾ ഈ ഒരു രീതിക്കാണ് നിൽക്കുന്നത്. ഓക്കെ, രണ്ട് വോൾട്ടേജ് ലെവൽസ് ആണ് നമുക്ക് വന്നത്. അപ്പോൾ രണ്ട് വോൾട്ടേജ് ലെവൽ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ സീറോ ഓർഡർ ഹോൾഡിൻ്റെ കേസിൽ ഈ രീതിക്കാണ് വരിക. ഫസ്റ്റ് ഓർഡർ ജസ്റ്റ് അതിങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് പോവുക. ഓക്കെ, അപ്പോൾ അത്രേ വരുന്നുള്ളൂ വ്യത്യാസം. അപ്പോൾ അത് ജസ്റ്റ് ആ ഇക്വേഷനിലുള്ള വ്യത്യാസം വരും. So consider two successive discrete time samples, say xa of n minus 1t and xa of nt. So അടുത്തടുത്തുള്ള രണ്ട് സാമ്പിൾസ് പീരീഡ് t വെച്ചിട്ട് ഡിഫറൻസ്. We assume that the next period nt less than or equal to t less than or equal to n plus 1t, the continuous signal can be given by the linear extrapolation of the previous two values. അപ്പോൾ previous two valuesന്റെ linear extrapolation വെച്ചിട്ട് അത് അവർ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് അതിനൊരു ഇക്വേഷൻ രീതിയിൽ എഴുതുമ്പോൾ എക്സ് എ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് എ ഓഫ് എൻ ടി പ്ലസ് എക്സ് എ ഓഫ് എൻ ടി മൈനസ് എക്സ് എ ഓഫ് എൻ മൈനസ് വൺ ടി ബൈ ടി. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് വാല്യൂ ആൻഡ് പ്രീവിയസ് വാല്യൂ ഇൻ ടു ടി മൈനസ് എൻ ടി, ഇൻ ടു ടി മൈനസ് എൻ ടി വരും. അപ്പോൾ ടി എന്ന് പറഞ്ഞ വാരിയബിൾ അവിടെ വന്നു. അങ്ങനെയാണ് നമുക്കത് ലൈൻ എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി വരുമല്ലോ. ഇതിൽ എം എക്സ് പാർട്ട്, ഇത് സി പാർട്ടാണ് വരുന്നത്. അപ്പോൾ സി എന്ന് പറയുന്നത് നിൽക്കുന്ന ഒരു പോയിന്റ് എക്സ് എ ഓഫ് എൻ ടി എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു കേസിലാണ് നമുക്കിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതാണ് ആദ്യത്തെ പോയിന്റ്. അടുത്ത പോയിന്റ് ഓക്കെ, അപ്പോൾ അത്രയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരിക. അപ്പോൾ ഇത് ജസ്റ്റ് ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. എക്സ് എ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് എ ഓഫ് എൻ ടി പ്ലസ് എക്സ് എ ഓഫ് എൻ ടി മൈനസ് എക്സ് എ ഓഫ് എൻ മൈനസ് വൺ ടി ഡിവൈഡ് ബൈ ടി ഇൻറ്റു ടി മൈനസ് എൻ ടി ഫോർ the period nt less than or equal to t less than n plus 1t where n varies from 0, 1 to etc. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓർഡർ ഹോൾഡ് നീഡ്സ് അറ്റ്ലീസ്റ്റ് ടു വാല്യൂസ് ടു സ്റ്റാർട്ട് ദ കൺസ്ട്രക്ഷൻ അല്ലേ. അപ്പോൾ കഴിഞ്ഞ രണ്ട് വാല്യൂസ് വേണം കേട്ടോ. അതായത് ഇപ്പോൾ ഇത് വരയ്ക്കണമെങ്കിൽ ഈ രണ്ട് വാല്യൂസും വേണം, അല്ലാണ്ട് പറ്റില്ല. മറ്റേ കേസിലാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഹോൾഡ് ചെയ്ത് നിർത്താം. ഇത് അങ്ങനെ പറ്റില്ല. പ്രീവിയസ് രണ്ട് വാല്യൂസ്, അതായത് എൻ മൈനസ് വൺ ടിയും വേണം, എൻ ടിയും വേണം. ഇത് എൻ മൈനസ് വൺ ടിയും ഇത് എൻ ടി ആണെന്നുള്ള രീതിയിലാണ് നമുക്ക് വരയ്ക്കാൻ പറ്റും. മറ്റേ കേസിലാണെങ്കിൽ ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു പീരീഡിലേക്ക് ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റുമായിരുന്നു. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം വരുന്നത്. കൺവേർഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം രണ്ട് വാല്യൂസ് വേണം. ആർക്ക്? ഫസ്റ്റ് ഓർഡർ ഹോൾഡിന്. സീറോ ഓർഡർ ഹോൾഡിന് ഒരു വാല്യൂ മതി. സീറോ ഓർഡർ ഹോൾഡ് നീഡ്സ് ഓൺലി വൺ. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട് ലെവൽസ്, അതായത് കൺവേർട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ഡി എ സിന്ന് വന്നിട്ടുള്ള എക്സ് ഓഫ് എൻ. അപ്പോൾ ഇതിനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഹോൾഡിലേക്ക് കൊടുത്ത് എക്സ് എ ഓഫ് ക്യാപ് ടി കിട്ടുന്നതാണ് ഈ വരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് വാല്യൂസാണ് ആദ്യം നമ്മുടെ കയ്യിലുള്ളത്. കറസ്പോണ്ടിങ് രണ്ട് പോയിന്റ്സ് മാർക്ക് ചെയ്യും. ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അതേപോലെ അടുത്ത പോയിന്റുകൾ ഓരോന്നും അങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചിട്ടുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ മറ്റേതിൻ്റെ സ്ക്വയർ ടൈപ്പ് ഷേപ്പിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൽ വരിക. ആൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ ഫസ്റ്റ് ഓർഡർ ഹോൾഡ്. സോ ഫസ്റ്റ് ഓർഡർ ഹോൾഡിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് മറ്റോടത്തെ കേസിൽ എളുപ്പമായിരുന്നു, ജസ്റ്റ് ഈക്വൽ ടു 1 ആ ഒരു 0 to t എന്നുള്ള റിലേഷൻ. ഇവിടെ അത് ഡിഫറെൻ്റ് ആണ്. ഇമ്പൾസ് റെസ്പോൺസ് ഈസ് ഇവൺ ബൈ എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു. ഇപ്പോൾ ഇത് രണ്ടുമാണ് അതിൻ്റെ ഡിഫറൻസ്. ഒന്ന് രണ്ട് സാമ്പിൾസ് വേണം, പിന്നെ ഇമ്പൾസ് റെസ്പോൺസിലുള്ള ഡിഫറൻസ് ആണ് സീറോ ഓർഡർ ഹോൾഡും ഫസ്റ്റ് ഓർഡർ ഹോൾഡും തമ്മിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്, പിന്നെ അതിൻ്റെ കിട്ടുന്ന വേവ് ഷേപ്പും. ഓക്കെ, സോ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടി ബൈ ടി ഫോർ 0 less than or equal to t less than or equal to t and 1 minus t by t for t less than or equal to t less than or equal to 2t.
ആൻഡ് സീറോ അതർവൈസ്. ഇതാണ് അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് വരിക. ഇപ്പം ഇവിടുത്തെ കേസിലും നമുക്ക് എന്തുണ്ടായിരിക്കും, അൺഡിസൈറബിൾ ഏലിയാസിങ് കോമ്പോണൻസും, അതായത് എന്താ പറയുക, ഹാർമോണിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയും എന്തിൽ കൂടെ കടത്തി വിടേണ്ടി വരും, സ്മൂത്തിങ് ലോ പാസ് ഫിൽറ്ററിൽ കൂടെ കടത്തി വിടേണ്ടി വരും. ഹൈ ഫ്രീക്വൻസി കോമ്പണൻസിനെ അത് ഒഴിവാക്കി കളഞ്ഞിട്ട് നമുക്ക് ബെറ്റർ ആയിട്ട് തരണം. അപ്പോൾ നേരത്തെ കേസിലെ പോലെ ഇതിനും സ്മൂത്തിങ് ലോ പാസ് ഫിൽറ്ററിൽ കൂടെ കടത്തി വിടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഫസ്റ്റ് ഓർഡർ ഹോൾഡ്.